കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയം നിറഞ്ഞവരെ, എക്കാലത്തെയും ക്രിസ്തുമസിൻ്റെ ആശംസ ഒന്നു മാത്രമാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം. ഭൂമിയിൽ ദൈവത്തിന് മഹത്വം നൽകുന്നവർക്ക് മാത്രമാണ് ദൈവകൃപ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ദൈവകൃപ സ്വന്തമാക്കിയാലാണ് ശാശ്വതമായ സമാധാനം ഒരുവന് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഏറ്റവും മനോഹരമായ ഉദാഹരണം പരിശുദ്ധ അമ്മയാണ്. അമ്മയെ ദൂതൻ അഭിസംബോധന ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. കാരണം അമ്മയുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് മഹത്വം നൽകിയ ജീവിതമായിരുന്നു. അതുകൊണ്ട് അവളുടെ ജീവിതം മുഴുവൻ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു ജീവിതമായിരുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവ് തൻ്റെ ജീവിതത്തിൽ നീതിമാനായി ജീവിച്ചു. ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏതൊരു തീരുമാനവും ദൈവത്തോട് ആലോചന നടത്തി ആ മനുഷ്യൻ എടുത്തു. എപ്പോഴും ദൈവത്തിന് മഹത്വം നൽകിയ ഒരു ജീവിതമായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റേത്. അതുകൊണ്ട് സമാധാനത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും വിഷമങ്ങളും സങ്കടങ്ങളും കടന്നു വന്നപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനം അനുഭവിച്ചവനായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവ്. ആട്ടിടയന്മാർ, ദൈവദൂതന്മാർ വന്ന് രക്ഷകന്റെ ജനന വാർത്ത അറിയിച്ചപ്പോൾ അത് അപ്പാടെ വിശ്വസിച്ച് ആ ഉണ്ണിയെ പോയി കാണുകയും അവർ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയ നിറഞ്ഞവരെ, നമ്മൾ പല രീതിയിലുള്ള അസ്വസ്ഥതകളിലൂടെ, ദുഃഖങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, ആകുലതകളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ്. മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രവർത്തനങ്ങളും പ്രവൃത്തികളും കർമ്മങ്ങളും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതായി മാറുമ്പോൾ എത്രമാത്രം ആകുലതകളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും നമ്മെ അലട്ടിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ കർത്താവിൻ്റെ സമാധാനത്തെ എടുത്തു കളയാൻ ഒന്നിനും സാധിക്കുകയില്ല. കാരണം ദൈവകൃപയുടെ വഴിയിലൂടെയാണ് നമ്മൾ ചരിക്കുന്നതെന്ന ബോധ്യം നമ്മുടെ ഉള്ളിലെപ്പോഴും നിറയ്ക്കുക. ഈസ്റ്ററിൻ്റെയും ക്രിസ്തുമസിൻ്റെയും ഒരേ ഒരു ആശംസ ഈ സമാധാനമാണ്. എഫെസസുകാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം, അവൻ നമ്മുടെ സമാധാനമാണ്. പൗലോസ് പറയുന്നു. പ്രിയ നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ശാശ്വതമായ സമാധാനം കർത്താവ് മാത്രമാണ്. കർത്താവിൽ മാത്രമേ നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രതിസന്ധികളിലോ വിഷമങ്ങളിലോ ആകുലതകളിലോ നിങ്ങൾ നിരാശരാകാതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാതെ, സമാധാനം തന്നെയായ കർത്താവിൽ അഭയം കണ്ടെത്തുക. കർത്താവിന് മഹത്വം നൽകിക്കൊണ്ടുള്ള ജീവിതം നയിക്കുക. അങ്ങനെ ദൈവകൃപയുടെ മനുഷ്യരായി ഉള്ളിൻ്റെ ഉള്ളിൽ ആഴമേറിയ ശാശ്വതമായ സമാധാനം സ്വന്തമാക്കുന്ന മക്കളായി നമുക്ക് മാറാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യ യേശുനാഥ, ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതങ്ങളെ അസ്വസ്ഥമായ, അശാന്തമായ, ആകുലതകൾ നിറഞ്ഞ ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തെ സമർപ്പിക്കുന്ന യേശുവേ, സമാധാനം തന്നെയായ അങ്ങ് ഞങ്ങൾ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കർമ്മങ്ങളും അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള കർമ്മങ്ങളായി മാറട്ടെ. അങ്ങനെ ദൈവകൃപയുടെ മനുഷ്യരായി ഞങ്ങൾ പരിണാമം പ്രാപിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ഈശോയെ ഞങ്ങൾ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിമയുടെ വഴിയിലൂടെ ചരിക്കുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി.
മനസ്സാകുമോ? പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.